ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ ആദ്യം തന്നെ ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പോയിട്ട് നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ടാപ്പ് തിരിച്ചിട്ടു കേട്ടോ. ടാപ്പിന് ചെറിയ കംപ്ലൈൻറ്റ് ആയത് കാരണം തന്നെ അത് വെള്ളമാവാൻ പ്രയാസമാണ്. അപ്പോൾ അത് കാരണം നേരത്തെ തിരിച്ചിട്ടാൽ നമുക്കതൊരു ഉപകാരമാവുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വേഗം ദോശയ്ക്കുള്ള മാവ് കലക്കി വെച്ചു. പിന്നെ അതുപോലെ തന്നെ ചട്നിക്കുള്ള ഉള്ളിയും തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേഗം ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ഈ ഒരു ചട്നി നമ്മൾ ഉഴുന്ന് ദോശയ്ക്കൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. ആ ടൈമിൽ ഇങ്ങനെ ഒരു മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ വീണ് കണ്ടപ്പോൾ ഞാനിങ്ങനെ വെറുതെ കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയിട്ട് ആ ചട്നിക്കുള്ള മസാല അരച്ചു. അതിലേക്ക് പിന്നെ ഞാൻ കടുകും വേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് താളിക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചായയിൽ പൊടിയിട്ടാണ് ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കൾ മദ്രസയിൽ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ സ്കൂൾക്ക് പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഇന്ന് നമ്മൾ അകത്തെ പരിപാടിക്ക് കിടന്നു കേട്ടോ. അടുക്കലും തുടക്കലും. അങ്ങനെ പിന്നെ അടുക്കലും തുടക്കലാണ് മെയിൻ പരിപാടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ചെറിയ ആളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മാങ്ങൻ്റെ ആളാണ്. മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കിച്ചണിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് പോയി നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും വിചാരിക്കുമെങ്കിൽ നമുക്കറിയാം ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ പിന്നെ കാര്യമായിട്ട് നമ്മൾ ആ പരിപാടികളൊക്കെ നമ്മളിങ്ങനെ മാറ്റി വെക്കുമല്ലോ. പിന്നാവാ അങ്ങനെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആകെ പൊടിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ അവിടെ കിടക്കട്ടെ വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഞാൻ അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് ഈ ഗ്ലാസ് ഐറ്റംസ് ആയിട്ട് ഫുള്ളും നമ്മൾ ഈ കപ്പ് ഗ്ലാസ് അങ്ങനെയുള്ള പിന്നെ ബൗളൊക്കെ അങ്ങനെ ഇതൊക്കെ ഞാൻ നന്നായിട്ട് വിമ്മൊക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചു. പിന്നെ ആ ടൈമിൽ ഇങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ ഒരു കാക്ക ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അങ്ങനെ ഈ പരിപാടിയൊക്കെ എടുക്കുമ്പോൾ എൻ്റെ മോളൊരു കരച്ചിൽ കേട്ടു. അപ്പോൾ ഞാൻ കുറച്ച് ടോയ്സ് കൊടുത്തിട്ട് ഞാൻ പിന്നെയും കിച്ചണിക്ക് വന്ന് ഞാനൊരു തക്കാളി കൂട്ടാൻ ഉണ്ടാക്കി കേട്ടോ. തക്കാളിയിൽ മുട്ടിട്ടിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാവരും സെറ്റ് ചെയ്തു. നമ്മളെ ഗ്ലാസ് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് നനവൊക്കെ ഒന്ന് പോയ ശേഷം ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ കബോർഡിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ കാണാൻ എന്തൊരു ഭംഗിയാലേ വൃത്തിയായപ്പോൾ. പിന്നെ അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ എന്നാലും ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റക്കൊന്നും അടിച്ച് ക്ലീനാക്കി. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യണം, അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.